പേർഷ്യയിൽ അഥവാ ഇന്നത്തെ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം കൊടിയിറങ്ങിയാണ്. നിശ്ചയമായും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അനുകൂലമായ ഒരു ഭരണകൂടം ഇറാനിൽ രൂപപ്പെടുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രം അനാവൃതം ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളിവിടെ. ഇറാനിൻ്റെ ദേശീയ താൽപ്പര്യങ്ങളും കൊളോണിയൽ താൽപ്പര്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നത് 1953 ആഗസ്റ്റ് 19 അന്നാണ് ഇറാൻ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് മൊസാദക്കിനെ ബ്രിട്ടീഷ് താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. എന്താണ് മുഹമ്മദ് മൊസാദക്ക് ചെയ്ത തെറ്റ്? മുഹമ്മദ് മൊസാദക്ക് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണ പര്യവേഷണത്തിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും കുത്തക കൈവരിച്ച ബ്രിട്ടീഷ് കമ്പനികൾ, ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി, അത് ഇന്നത്തെ ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഈ കമ്പനിയോട് ഇറാൻ ഭരണാധികാരി അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇറാന് അനിവാര്യമായും കിട്ടേണ്ട മോണിറ്ററി ബെനിഫിറ്റുകൾ, ധാരണപ്രകാരമുള്ള മോണിറ്ററി ബെനിഫിറ്റുകൾ യഥാവിധം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു അത്തരമൊരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് പരിശോധനയിലൂടെ ഉദ്ദേശിച്ചത്. എന്നാൽ കമ്പനി ഇറാൻ ഭരണാധികാരിയുടെ ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. ഈ സംഘർഷമാണ് പിന്നീട് ഇറാനിൽ പെട്രോളിയം മേഖലയെ നാഷണലൈസ് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ഈ തീരുമാനമാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റുകളെ പ്രകോപിപ്പിച്ചത്. അവർ ആ ഭരണാധികാരിയെ പുറത്താക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് 1953 ആഗസ്റ്റ് 19 മുഹമ്മദ് മൊസാദക് എന്ന ഭരണാധികാരി ഇറാനിൽ നിന്ന് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് അമേരിക്കൻ അധിനിവേശ ശക്തികളാണ് പേർഷ്യയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനിൽ ഷാ ഭരണത്തെ പുനഃസ്ഥാപിക്കുന്നത്. ഷാ മുഹമ്മദ് റസ പഹലാവി എന്ന ഭരണാധികാരി ഈ സംഭവത്തിന് ശേഷമാണ് ഇവിടെ സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികൾ, അത് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ മോഡേണൈസേഷൻ, പാശ്ചാത്യ മാതൃകയിലുള്ള ആധുനികവൽക്കരണം, അതേപോലെ സെക്കുലർ റിഫോംസ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് സമൂഹത്തിൽ 2 തരം വർഗങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായി തീർന്നു. നഗരജീവിതം അങ്ങേയറ്റം പാശ്ചാത്യ മൂഡിലും, എന്നാൽ ഗ്രാമങ്ങളിലെ ജീവിതം അങ്ങേയറ്റം ദാരിദ്ര്യാവസ്ഥയിലുമായിരുന്നു. ഇത് സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള അൺറെസ്റ്റ് രൂപപ്പെടുന്നതിന് കാരണമായി തീർന്നു. അതുപോലെ തന്നെ സവാക് എന്ന പേരുള്ള ഇറാനിയൻ പോലീസ്, ഈ പോലീസ് സമൂഹത്തിൽ ഉയർന്നു വരുന്ന എല്ലാ എതിർപ്പുകളെയും നിഷ്കരണം റദ്ദ് ചെയ്യാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ആത്മീയ മതപരമായ സമൂഹങ്ങളെ അടിച്ചമർത്താൻ ആരംഭിച്ചു. ഭരണകൂടം പൊതുസ്ഥലങ്ങളിലെ പൊതു ഇടങ്ങളിലെ സ്ത്രീകളുടെ ഹിജാബ് ധാരണത്തെ നിരോധിച്ചു. അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങളെ, പലതരത്തിലുള്ള സ്വതന്ത്ര അവകാശങ്ങളെ ഉയർത്തിപ്പിടുകയുണ്ടായി. സ്ത്രീകൾക്ക് സമൂഹത്തിലെ ഉന്നത ശ്രേണികളിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. നിയമം, ആതുര സേവനം, രാഷ്ട്രീയം, ഇങ്ങനെ പല തലങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം ഈ കാലത്ത്, ഷാ ഭരണകാലത്ത് ഉണ്ടായി. ആ കാലത്ത് ഇറാൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി അതിശക്തമായി. ഓയിൽ ബൂം, 1970 ഓയിൽ ബൂം ആ തലത്തിൽ ഇറാനെ വലിയ രൂപത്തിൽ, ഇറാൻ ഭരണകൂടത്തെ വലിയ രൂപത്തിൽ സഹായിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ നഗരങ്ങളിൽ സമ്പന്നർ അതിസമൃദ്ധമായി ജീവിച്ചു, സ്വാതന്ത്ര്യങ്ങളോടും അവകാശങ്ങളോടും ജീവിച്ചു. എന്നാൽ ഗ്രാമീണ ജനതയുടെ ജീവിതം അപ്പോഴും ദുരിതപൂർണമായിരുന്നു. അവർക്ക് ആശ്വാസത്തിൻ്റെ അവസരങ്ങൾ കുറവായിരുന്നു.
അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ആ അസ്വസ്ഥതകളെ ഫലപ്രദമായി ഉപയോഗിച്ചത് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും പിന്നെ ഇസ്ലാമിക മത മൗലിക ശക്തികളുമായിരുന്നു. അതാണ് പിന്നീട് ഇസ്ലാമിക വിപ്ലവത്തിലേക്ക് നയിച്ചത്. സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഇസ്ലാമിക മതമൗലികവാദികളുടെയും നേതൃത്വത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആ ഇടയ്ക്കാണ് ഒരു ടേണിംഗ് പോയിന്റ് ആഗസ്റ്റ് 1978 സംഭവിക്കുന്നത്. സിനിമാ റെക്സിൽ തീപിടുത്തമുണ്ടാകുകയും ആ തീപിടുത്തത്തിൽ 400 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ തീപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക മതമൗലികവാദികളായിരുന്നു. പക്ഷേ ജനം വലിയ രീതിയിൽ തെറ്റിദ്ധരിച്ചത് ഇറാനിയൻ ഭരണകൂടത്തെയാണ്. അവരുടെ രഹസ്യ പോലീസിനെയായിരുന്നു, സബാക്ക് എന്ന പേരുള്ള രഹസ്യ പോലീസിനെയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രചാരണ ആയുധമായി ഇസ്ലാമിക മതമൗലികവാദികൾ ഉപയോഗിച്ചു. അത് ഇസ്ലാമിക മതമൗലികവാദത്തിന്, അവരുടെ രാഷ്ട്രവാദത്തിന് വലിയ അടിത്തറയായി മാറി. നാടുനീളെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊടുത്തിയ സംഭവമായിരുന്നു അത് ഇസ്ലാമിക രാഷ്ട്രവാദികളുടെ സാമൂഹ്യ സ്വാധീനം അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ട് 1979 ജനുവരി 16 പഹലാവി ഇറാൻ വിട്ടു. 1979 ഫെബ്രുവരി മാസത്തിൽ ഖൊമേനി ഇറാനിൽ തിരിച്ചെത്തി. 1979 മാർച്ചിൽ ഇറാനിൽ ഒരു വലിയ റഫറൻഡം നടക്കുകയുണ്ടായി. ആ റഫറൻഡത്തിൽ 98% ആളുകൾ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ആശയത്തിനോട് യോജിച്ചു. 1979 ഡിസംബർ മാസം ഇറാനിൻ്റെ പരമോന്നത നേതാവായി ഖൊമേനി സ്ഥാനമേറ്റു. ശരീഅത്ത് നിയമം ശക്തമായി സമൂഹത്തിൽ പ്രാബല്യത്തിൽ വന്നു. പൊതുമധ്യം ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധിതമായ ഒരു കാര്യമായി മാറി. അതേപോലെ തന്നെ മതേതര ഇടതുപക്ഷ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരെ നിശബ്ദരാക്കാൻ വേണ്ടി അതിശക്തമായി ഭരണകൂടം ശ്രമിച്ചു. എതിർപ്പ് ഉന്നയിക്കുന്നവരെ വേട്ടയാടി, അവരുടെ രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വലിയ രീതിയിലുള്ള സാമ്രാജ്യത്വ പുലർത്തിയിരുന്നു. ആ കാലയളവിലാണ് ഇറാഖ് ഇറാൻ വാർ സംഭവിക്കുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന് അതിവേഗം എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തേണ്ടത്. ഒരു കാലത്ത് ഇസ്ലാമിക വിപ്ലവത്തെ അനുകൂലിച്ച പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാൻ എന്ന സംഘടന പരസ്യമായി അല്ലെങ്കിൽ ഈ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വളരെ ശക്തമായ പ്രതിരോധമുഖമായി ഉയർന്നു വന്നു. അതുപോലെ തന്നെ ലെഫ്റ്റിസ്റ്റ് ഗറില്ല ഗ്രൂപ്പുകൾ അവർ പലതരത്തിലുള്ള വിമോചന പോരാട്ടങ്ങൾ കുർദിസ്ഥാൻ മേഖല പോലുള്ള പല മേഖലകളിലും അവർ ആരംഭിച്ചു. മറ്റൊരു നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, സെക്കുലർ ലിബറലുകളുടെ, മതേതര ജനാധിപത്യവാദികളുടെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നുള്ളൊരു സംഘടന വലിയ പ്രതിപക്ഷമായി ഉയർന്നു വന്നു. അതുപോലെ മുസ്ലിം പീപ്പിൾസ് റിപ്പബ്ലിക് പാർട്ടി, മോഡറേറ്റ് ഇസ്ലാമിസ്റ്റുകളുടെ മുസ്ലിം പീപ്പിൾസ് റിപ്പബ്ലിക് പാർട്ടി എന്നുള്ളത് മറ്റൊരു പ്രതിരോധ കക്ഷിയായി ഉയർന്നു വന്നു. ഇറാനിലെ ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളുമായി തെരുവുകൾ കയ്യേറി. പല രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു വന്നു. പത്രങ്ങളുടെ അടച്ചുപൂട്ടലിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം വന്നു. അതേപോലെ തന്നെ പരസ്യമായ കൊലപാതകങ്ങളും ആ രൂപത്തിലുള്ള റെബലിയൻ പ്രവർത്തനവും ഇറാനിൽ വ്യാപിച്ചു. സായുധ കലാപങ്ങൾ ദേശവ്യാപകമായി ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പല രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിനെതിരെ ഇറാനിൽ ഉയർന്നു വന്നു. അതിനൊക്കെ തന്നെ ബാഹ്യനാടുകളിൽ നിന്നുള്ള വലിയ ധാർമ്മിക പിന്തുണ ലഭിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ വേണം കൊളോണിയൽ ശക്തികളുടെ ഇറാൻ ആക്രമണത്തെ നമ്മൾ കാണാൻ അല്ലെങ്കിൽ വായിക്കാൻ. കൊളോണിയൽ ശക്തികൾക്ക് അവരുടെ
താല്പര്യം, അവരുടെ സ്വാർത്ഥ സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം അവർ ആ താല്പര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത്, ധാർമ്മിക പിന്തുണ തേടുന്നത് ഇറാനിൽ തന്നെയുള്ള ലിബറലുകളായ ഇൻ്റലക്ച്വലുകളായിട്ടുള്ള വിദ്യാർത്ഥികളായ മനുഷ്യരുടെ കൂടിയാണ്. അപ്പോൾ അതൊരു വൈരുദ്ധ്യമാണ്. ഒരു ഭാഗത്ത് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ ഇറാന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അവസരം തുറന്നു കിട്ടുകയാണ്. മറുഭാഗത്ത് ലിബറലുകൾക്ക് ഇറാനിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇവ തമ്മിലുള്ള സംഘർഷങ്ങൾ ഏത് രൂപത്തിൽ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള യോജിച്ചു പോകലുകൾ ഏതു തരത്തിൽ മുന്നേറുന്നു, അതേപോലെ തന്നെ ഇവ തമ്മിലുള്ള സംഘർഷങ്ങൾ ഏത് രൂപത്തിൽ പരിണമിക്കും, ഇതൊക്കെ വരുംകാല ഇറാൻ ഭരണകൂടത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കിയ മൂല്യഘടനയിൽ വലിയൊരു അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല. ഇറാന്റെ ഭാവികാല രാഷ്ട്രീയ പരിണാമങ്ങൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ പോലെ കൗതുകത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഇറാനിയൻ ജനത ഒരു മെച്ചപ്പെട്ട ഭരണകൂടത്തെ, സെക്കുലർ, ലിബറൽ, ആന്റി ഇമ്പീരിയലിസ്റ്റ്, സാമ്രാജ്യത്വ വിരുദ്ധ പുരോഗമന ഭരണകൂടത്തെ സ്ഥാപിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു.